നമ്മളാരാണ് വേറൊരാളുടെ ശരീരത്തെ പറ്റി അഭിപ്രായം പറയാൻ? പല പല ലെയേഴ്സിന് ഉള്ളിലേക്ക് നമ്മൾ ചെന്ന് യൂട്രസ് മുറിച്ച് കുഞ്ഞിനെ എടുത്തതിന് ശേഷം അതെല്ലാം തയ്ച്ചു വെക്കുകയാണ്. ഈ IVF വഴി സെക്സ് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഐഡിയയിൽ. നമ്മുടെ നാട്ടിൽ ബാൻഡാണ്. സാധാരണ ബ്ലെയിം എപ്പോഴും അമ്മയുടെ, ഇവർക്ക് എപ്പോഴും പെൺകുട്ടിയാണ്, ഇവർക്ക് എപ്പോഴും ആൺകുട്ടി, ആ രീതിയിൽ പറയും. അബോർഷൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂമൻ റൈറ്റ്. പറയുന്ന ഈവൻ സ്മോക്കിംഗ്, ആൽക്കഹോൾ തൊട്ട് അത് തന്നെ നമുക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഇത് ലോങ് ടേം യൂസ് ചെയ്താൽ സ്പെർമിൻ്റെ ആണെങ്കിലും ഓവത്തിൻ്റെ ക്വാളിറ്റി അത് ബാധിച്ചേക്കാം എന്നുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഡ്രഗ്സിനെല്ലാം അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ് സൈഡ് എഫക്ട്സ് കാണും. ഏർലിയർ പ്രഗ്നൻസീസിൽ കോംപ്ലിക്കേഷൻസ് കുറവാണ്, ശരിയാണ്. പ്രായം കുറവാണെങ്കിൽ പ്രഗ്നൻ്റ് ആവാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവരോടും നേരത്തെ പ്രഗ്നൻ്റ് ആവാൻ പറയാൻ പറ്റില്ല. ബോയ് ഫ്രണ്ട്സ്, ഗേൾ ഫ്രണ്ട്സിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐപ്പിൽ പോലുള്ള ഗുളികൾ ഒരുപാട് ഉപയോഗിക്കാൻ ശ്രമിക്കാറുണ്ട്. പില്ലെന്ന് പറഞ്ഞാലും പ്രൊജസ്ട്രോൺ തന്നെയാണ്, പക്ഷെ അത് ഹൈ ഡോസിലാണ്. ഡെയിലി പില്ല് പോലെ ഉപയോഗിക്കരുത് എന്നുള്ളത് എനിക്ക് എടുത്ത് പറയാനുള്ളത്. പക്ഷേ അതർവൈസ് കോൺട്രസെപ്റ്റീവ് പിൽസ് ആർ സേഫ്. ഒരു അമ്മ റെഡി അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്ത് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യം അത് ഒരിക്കലും പറ്റില്ലല്ലോ. ഇറ്റ്സ് എ മദേഴ്സ് ചോയ്സ്. പിന്നെ അതേപോലെ ഡോക്ടർ, ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ഒരു ലേഡി പ്രഗ്നന്റ് ആവുമ്പോൾ തന്നെ ഇങ്ങനെ പല രീതിയിലുള്ള ഇൻപുട്സ് ആണല്ലോ അവർക്ക് കൊടുക്കുന്നത്. നോർമൽ ഡെലിവറിയാണ് ഇപ്പോഴും നമ്മുടെ സമൂഹം അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിയാണ്, നോർമൽ ഡെലിവറി ആണല്ലോ, നമ്മൾ എപ്പോഴും പ്രഗ്നന്റ് ആകുമ്പോൾ അങ്ങനെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ ഒരു ലേഡിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് സി സെക്ഷൻ ആയാൽ പോലും എന്തോ ഒരു കുറ്റം പോലാണ്, അല്ലെങ്കിൽ സി സെക്ഷൻ വേദനയില്ലാത്തൊരു കാര്യം പോലെ, ഇങ്ങനെയൊക്കെ ഒരു ഇപ്പോഴും ഒരു സമൂഹമുണ്ട്. സി സെക്ഷൻ അല്ലേ, അപ്പം നമ്മൾ എന്തോ ഒരു ഈസി കാര്യം ചെയ്തിട്ട് വരുന്ന പോലെയാണ്. പക്ഷെ ശരിക്കും രണ്ടിൻ്റെതായ പെയിനും കാര്യങ്ങളില്ല. അപ്പം അതിലൊരു ക്ലാരിറ്റി എന്താ പറയാനുള്ളത്? നമ്മളിതിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വേർതിരിച്ച് കാണുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. രണ്ടും റൂട്ട്സ് ഓഫ് ഡെലിവറി എന്നുള്ള രീതിയിൽ കാണുക. ഒന്ന് വജൈനൽ കൂടെ ഉള്ള ബർത്ത് നടക്കുന്നു, അതാണ് നോർമൽ ലേബർ നമ്മൾ പറയുന്നത്. മറ്റേത് ഒരു സർജിക്കൽ ഓപ്ഷൻ വഴി നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഈ ഒരിക്കലും ഒരു സർജറി ചെയ്ത് കുട്ടി എടുക്കണമെന്ന് ആരും പ്രിഫർ ചെയ്യുന്നില്ല. ചില സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞ് ചരിഞ്ഞ് കിടക്കുന്ന ഒരു കുഞ്ഞാണ്, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ പൊസിഷൻ കുഞ്ഞിനെ താഴേക്ക് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ലേബർ പെയിൻ വന്ന സമയത്ത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ നമ്മൾ കാണുന്നു. ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ നമുക്ക് പിന്നെ എന്താ ഓപ്ഷൻ? ആ കുഞ്ഞിനെ രക്ഷിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ പ്രയോറിറ്റി. അപ്പം എത്രയും പെട്ടെന്ന് ഉള്ളിലെത്തി കുഞ്ഞിനെ എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും സിസേറിയൻ തന്നെയാണ്. അതിൻ്റെ പിന്നെ എപ്പോഴും ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ഇൻഡിക്കേഷൻ എന്ന് വെച്ചാൽ പ്രീവിയസ് സിസേറിയനാണ്. ഒരാൾക്ക് ഒരു സിസേറിയൻ കഴിഞ്ഞാൽ നാച്ചുറലി അടുത്ത തവണ പ്രഗ്നൻ്റ് ആകുമ്പോൾ സിസേറിയൻ ചെയ്യാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്. അപ്പം ഒരു സിസേറിയൻ്റെ ഇൻഡിക്കേഷനായിട്ട് നമ്മൾ ചോദിച്ചാൽ എപ്പോഴും ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ളത് പ്രീവിയസ് സിസേറിയൻ, അതായത് മുമ്പിലത്തേത് സിസേറിയൻ ആയിരുന്നു, അല്ലെങ്കിൽ ലേബർ ഒബ്സ്ട്രക്റ്റഡ് ആവുന്നു, അല്ലെങ്കിൽ ലേബർ പ്രോഗ്രസ് ആവുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞിന് ഡിസ്ട്രസ് വരുന്നു. ഇതൊക്കെയാണ് യൂഷ്വൽ കോസസ്, യൂഷ്വൽ ഇൻഡിക്കേഷൻസ് ഓഫ് സിസേറിയൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമല്ലോ അക്സെപ്റ്റഡ് വജൈനൽ ബർത്ത് ആണെന്ന്. അത് ഒരു കൂട്ടം ആൾക്കാരിലാണ്. വേറൊരു കൂട്ടം ആൾക്കാർ നമ്മളോട് വന്ന് ചോദിക്കാറുണ്ട്, അവർക്ക് സിസേറിയൻ ചെയ്ത് കൊടുക്കുമോ, അവർക്ക് വജൈനൽ ഡെലിവറിയിൽ താല്പര്യമില്ല, ആ സിസേറിയൻ മതി എന്നുള്ളത്. അത് പല കാരണങ്ങളും ഉണ്ടാവാം. ഇപ്പോൾ ചിലവർക്ക് ഈ വജിനിസ്മസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബന്ധപ്പെടാൻ ഒന്നും പറ്റാതെ പെയിൻ കാരണം ഇഷ്യൂസ് ഉള്ളവർ കാണാം. അപ്പോൾ അവർക്ക് ഒരു രീതിയിലും വേണ്ട, അവർക്ക് സിസേറിയൻ മതി എന്നുള്ള രീതിയിൽ പറയുന്നവരുണ്ട്. ചില ആൾക്കാർക്ക് എസ്തെറ്റിക് കോസ്മെറ്റിക് കാര്യങ്ങൾ, അത് എത്രത്തോളം ആൾക്കാർ അഗ്രി ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അത് കൊണ്ടുവന്ന് ചോദിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇൻ ദി എൻഡ് ഇറ്റ്സ് എ മദേഴ്സ് ചോയ്സ് അല്ലേ. നമ്മളാരാണ് വേറൊരാളുടെ ശരീരത്തെ പറ്റി അഭിപ്രായം പറയാൻ? ഇപ്പം ഒരാൾ പ്രഗ്നന്റ് ആണ്, അവർക്ക് ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ലേ കുഞ്ഞിനെ എങ്ങനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നുള്ളത്? അതിൽ അഭിപ്രായം പറയാൻ വേറെ ആർക്കും അവിടെ ഒരു അവകാശം ഇല്ല. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയും മാത്രമാണ്. പിന്നെ ശരിയാണ്, നമ്മുടെ നാട്ടിലെ സിസേറിയൻ റേറ്റ് കൂടുതലാണോ എന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് 40% ആണ്. അതായത് 5 കുട്ടികളിൽ 2 കുട്ടികൾ സിസേറിയൻ വഴി കേരളത്തിൽ ഡെലിവർ ആവുന്നു എന്നാണ്. അപ്പോൾ എല്ലാവരും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത്, ഈവൻ ഈ അഖിൽമാരാർ പറയുന്ന ഒരു റേറ്റ് എന്ന് പറയുന്നത് 10% WHO പറഞ്ഞിരിക്കുന്നത്. 10% കൂടുതൽ വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതങ്ങനെയല്ല അതിൻ്റെ കണക്ക്. ആ കണക്കുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10% വരെ സിസേറിയൻ റേറ്റ്സ് വരുമ്പോൾ മറ്റേണൽ മോർട്ടാലിറ്റിയും ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും കുറഞ്ഞു വരുന്നതായി കാണുന്നുണ്ട്. അതിന് മുകളിലേക്ക് ആ ശതമാനം കൂടുമ്പോൾ, 10 മുകളിലേക്ക് കൂടുമ്പോൾ ഈ ഇൻഡിസസിലൊന്നും ചേഞ്ചസ് വരുന്നില്ല എന്നേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നുള്ളൂ. ഒരിക്കലും 10% നിർത്തണം എന്ന് WHO പറഞ്ഞിട്ടില്ല. അതാ ഇന്റർപ്രിറ്റ് ചെയ്യുന്നതിൻ്റെ തെറ്റാണ് അത് ആക്ച്വലി. അപ്പോൾ ഐഡിയലി ഡിപ്പെൻഡിങ് ഓൺ ഓരോ സ്ഥലത്തെ സോഷ്യോ കൾച്ചറൽ റീസൺസ് ആകാം, അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ റീസൺസ് ആവാം, സിസേറിയൻ റേറ്റ്സ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും പല റേറ്റ്സ് ആണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഗവൺമെൻറ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും പല റേറ്റ്സ് ആണ്. അപ്പോൾ ഇതിൽ തന്നെ എലക്റ്റീവായിട്ട് ചോദിക്കുന്നവരുണ്ട്, മെഡിക്കൽ റീസൺസിന് ചെയ്യുന്നുണ്ട്, പല പല റീസൺസ് ആണ്. പക്ഷേ എനിക്ക് ഈ ഡിബേറ്റ് തന്നെ അൺനെസസറി ആണെന്നാണ് തോന്നുന്നത്. കാര്യം ഇൻ ദി എൻഡ് ഇറ്റ്സ് എ മദേഴ്സ് ചോയ്സ്. അമ്മയുടെ തീരുമാനമാണ്. ഡെഫിനറ്റ്ലി മെഡിക്കൽ റീസൺസ് കൊണ്ട് സി സെക്ഷനിൽ പോകുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അല്ലാതെ അമ്മയ്ക്ക് ഇപ്പൊ സിസേറിനാണെങ്കിൽ അതിന് എന്താ തെറ്റെന്നുള്ളതാണ്. പക്ഷെ അത്
നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഗ്രൂപ്പ് ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതേപോലെ എന്നുള്ളതാണ്. ഡോക്ടർ, ഈ സി സെക്ഷൻ ഒട്ടും പെയിൻഫുൾ അല്ലെന്നാണ് ഇവരുടെ ഞാൻ വിചാരം. അതിലും കൂടുതൽ അതിലോട്ടാണ് clarity വന്നുകൊണ്ടിരുന്നത്. കൊടുക്കണം. കാര്യം ചില ആൾക്കാരുണ്ട്, നമ്മൾ ലേബർ പ്രോഗ്രസ് ചെയ്ത് 7-8 സെന്റിമീറ്റർ വരെ പോകും. അപ്പോൾ ലേബർ പെയിൻ അത്രയും നേരം സഹിച്ച് ആ പെയിൻ മൊത്തവും വന്നതിന് ശേഷമായിരിക്കും ഇനി വേറെ ഓപ്ഷൻ ഇല്ല സിസേറിയനിലേക്ക് പോകാമെന്ന് പറയുന്നത്. അതിന്റെ അവസാനം സിസേറിയൻ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ അനസ്തീഷ്യ കൊടുക്കുന്നുള്ളൂ. അനസ്തീഷ്യ കൊടുത്ത് സിസേറിയൻ ചെയ്യുന്നത് അറിയാതിരിക്കാനാണ് അനസ്തീഷ്യ. അത് കഴിഞ്ഞാൽ റിക്കവറി പീരീഡ് എന്ന് പറയുന്നത് ഈസ് ബ്രൂട്ടൽ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആദ്യത്തെ ഇനിഷ്യൽ 1 to 2 days എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും. നടക്കാൻ നമുക്ക് പറ്റില്ല. നടക്കാന്ന് പോയിട്ട് കിടക്കുന്ന എഴുന്നേക്കാൻ തന്നെ പാടാണ്. നമ്മുടെ വയറ് മുറിച്ച് പല പല ലെയേഴ്സിന് ഉള്ളിലേക്ക് നമ്മൾ ചെന്ന് യൂട്രസ് മുറിച്ച് കുഞ്ഞിനെ എടുത്തതിന് ശേഷം അതെല്ലാം തയ്ച്ചു വെക്കുകയാണ്. അതൊരു ചെറിയ കാര്യമാണോ? അപ്പോൾ അതിൻ്റെ റിക്കവറി, സിസേറിയനിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുന്നത് ഇസ് വെരി വെരി ഡിഫിക്കൾട്ട്. അതൊരു മദറിൻ്റെ വിൽ പവറും ആ പോസ്റ്റ്മോർട്ടം പീരീഡിൽ നമ്മൾ പോസ്റ്റ്മോർട്ടം ബ്ലൂസിനെ പറ്റി പറഞ്ഞു, അത് ഡീൽ ചെയ്യണം, കുഞ്ഞിനെ നോക്കണം, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വീട്ടിലേക്ക് തിരിച്ച് അഡാപ്റ്റ് ആയി വരണം, ഫീഡിങ്, ഇതിൻ്റെ എല്ലാ ഇടയിൽ വേണം സിസേറിയൻ്റെ റിക്കവറി, വിച്ച് ഇസ് വെരി വെരി ഡിഫിക്കൾട്ട്. കമ്പാരിറ്റീവ്ലി വജനൽ ബർത്തിൻ്റെ റിക്കവറി ഭയങ്കര എളുപ്പമാണ്. കുറച്ച് എളുപ്പം എന്ന് വെച്ചാൽ അതും ബുദ്ധിമുട്ടാണ്, കമ്പാരിറ്റീവ്ലി ഇറ്റ് ഈസ് ഈസിയർ. പിന്നെ ഇതിന് അപ്പുറത്തൊരു വെർഷൻ ഉണ്ട്. അപ്പുറത്തൊരു സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വജനൽ ബർത്ത് ഭയങ്കര നാച്ചുറലാണ്, ഫിസിയോളജിക്കലാണ്, എല്ലാം ഞാൻ സമ്മതിച്ചു. പക്ഷേ വജനൽ ബർത്ത് കാരണം കോംപ്ലിക്കേഷൻസ് വരാം. ഇപ്പോൾ ബേബി വെയിറ്റ് ഭയങ്കര കൂടുതലാണ്, അപ്പോൾ കുഞ്ഞിന് വരാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത്. അപ്പം വളരെ റെയർ ആയിട്ടാണെങ്കിലും നമ്മൾ യോനി മുഖത്തൊരു കട്ട് കൊടുക്കും, നമ്മളതിനെ എപ്പിസിയോട്ടമി എന്ന് വിളിക്കും. ഈ കട്ട് കൊടുത്തിട്ട് ആ സ്ഥലം കുറച്ചുകൂടെ വലുതാക്കിയിട്ട് കുഞ്ഞിനെ നമ്മൾ പുറത്തെടുക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ പിന്നെ ഇത് തയ്ച്ചു വെക്കും. അതിൻ്റെ പെയിനും ബുദ്ധിമുട്ടുകളും വജനൽ ബർത്തുകാർക്ക് വരാം. പിന്നെ ഈ ചില ഭയങ്കര ലോങ് ലേബറാണ്, കുഞ്ഞിന് ഭയങ്കര വെയിറ്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം ഈ നമ്മുടെ യൂറിനറി ബ്ലാഡർ, നമ്മൾ ഈ മൂത്രം ഒഴിക്കുന്നതൊക്കെ ആ ഏരിയയിൽ കൂടെ തന്നെയല്ലേ, അവിടെ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ യൂറിൻ റിട്ടൻഷൻ, യൂറിനറി ഇൻഫെക്ഷൻസ് വരാം, യൂറിനറി റിട്ടൻഷൻ വരാം, ചിലപ്പം ലോങ് ടേമിൽ മറ്റേ ഈ മൂത്രം തന്നെ പോകാം, അങ്ങനെയൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരാം. അപ്പോൾ ഓരോ ലേബർ കഴിയും തോറും ഇതിൻ്റെയൊക്കെയുള്ള റിസ്കുകൾ എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഗർഭാശയം, യൂട്രസ് പുറത്തേക്ക് വരിക, തള്ളി വരിക എന്നൊക്കെ പ്രായമുള്ളവർ പറയില്ലേ, ഇതിനൊക്കെ റിസ്ക് ഫാക്ടറാണ് വജനൽ ബർത്ത്. അപ്പോൾ ഈ മരാരൊക്കെ പറയുന്നത് 4-5 ഡെലിവറി എന്നൊക്കെ പറയുന്നത്, 5-6 ബുദ്ധിമുട്ട്, 6 ഡെലിവറി കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതകൾ എപ്പോഴും കൂടുതലാണ്. അപ്പൊ രണ്ടിനും, വജനൽ ബർത്തിനാണെങ്കിലും സിസേറിയൻ ബർത്തിനാണെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ട്, പെയിനും ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസും ഉണ്ട്. അപ്പം രണ്ടും ആർ വാലിഡ് റൂട്ട്സ് ഓഫ് ഡെലിവറി. രണ്ടും മദേഴ്സിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്, മദേഴ്സിന് റിക്കവറി ബുദ്ധിമുട്ടാണ്, മദേഴ്സാണ് ഇതെല്ലാം സഹിക്കുന്നത്. അപ്പം ഇറ്റ് ഈസ് എ ചോയ്സ്, മദറിന്റെ ചോയ്സും. പിന്നെ ചിലപ്പോൾ മെഡിക്കൽ ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചോയ്സ് ഇല്ല, എമർജൻസി ആണെങ്കിൽ നമുക്ക് സിസേറിയൻ ചെയ്യാന്നുള്ളത് തന്നെയാണ്. അപ്പം അൺനെസസറി ഡിബേറ്റ് ആണ് ഇത് എപ്പോഴും. ഐ ഹാവ് ഫെൽറ്റ് കമന്റ്സ് പാസ് ചെയ്ത് അവരെ തളർത്താതിരിക്കാന്നുള്ളതാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, നമ്മുടെ മദേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ചിലർ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കും. നമ്മുടെ അടുത്ത് ചിലപ്പോൾ ബർത്ത് വില്ലേജിലും മദേഴ്സ് വരും, എന്തായാലും വജനൽ ബർത്ത് വേണം എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് വരെയൊക്കെ പേഷ്യൻസ് വരും. അപ്പോൾ അവരിവിടെ വന്നിട്ട് ലാസ്റ്റ് ആകുമ്പം ചിലപ്പോൾ വേറെ ഓപ്ഷൻ കാണത്തില്ല. ചിലപ്പോൾ പറഞ്ഞാൽ കുഞ്ഞ് തിരിഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ട്വിൻസിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നതാകാം. അപ്പോൾ നമുക്ക് സിസേറിയനെ പറ്റുള്ളൂ. അപ്പം നമുക്ക് അവരുടെ സിസേറിയൻ അവർക്ക് വേണ്ട രീതിയിൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ ചോയ്സിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴും. അതേപോലെ നമ്മൾ പണ്ട് തൊട്ടുള്ളൊരു വേറൊരു ഡിബേറ്റ് ടോപ്പിക് ആണല്ലോ, ഒരു പ്രഗ്നൻ്റ് ആകുമ്പോഴേ കുഞ്ഞ് എന്തായിരിക്കും, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ഇപ്പം അതൊക്കെ ഒത്തിരി മാറിയെങ്കിലും നമ്മുടെ കുറച്ച് പഴയ ആളുകളും ഒക്കെ ഉണ്ടല്ലോ, അല്ല പഴയ ആളുകളുടെ ഇൻഫ്ലുവൻസ് ഉള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഇപ്പോഴും കുട്ടിയായി കഴിയുമ്പോൾ ആണാണോ പെണ്ണാണോ, അപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്നൊരു ജെൻഡർ ഉണ്ടല്ലോ. അതല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ എന്തോ കുറ്റം പോലെ മുഖം ചുളിച്ച് കാണിക്കുന്നവർ ഈ ഒരു കാലഘട്ടത്തിലും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതൊക്കെ കുറേ സയൻറ്റിഫിക് സൈഡ് അറിയാമെങ്കിലും ഇപ്പോഴും അങ്ങനെ കാണിക്കുന്നവരോട് നമുക്ക് അതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ പറയുന്ന പോലെ ഒരു വലിയ ഭാഗം ഓഫ് ദ സൊസൈറ്റി ഹാസ് മൂഡ് ഓൺ. അപ്പം ദേ ഡോണ്ട് കെയർ, കുട്ടി എന്നുള്ളതാണല്ലോ, ആൺകുട്ടി പെൺകുട്ടി എന്നൊന്നും നോക്കുന്നവരില്ല. പക്ഷേ അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ ആൺകുട്ടി വേണം എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഓഫ് ആൾക്കാരും ഉണ്ട്. നമുക്കത് നെഗ്ലക്ട് ചെയ്ത് കളയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റേറ്റിലില്ലെങ്കിലും പുറത്തോട്ട് നോർത്തിലോട്ടൊക്കെ പോകുമ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. ഫീമെയിൽ ഫീറ്റിസൈഡ്, അതായത് കുഞ്ഞുങ്ങളെ കൊല്ലാൻ വരെ ശ്രമിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ ലോസ് ഇപ്പോഴും നമ്മൾ എടുത്ത് കളയാത്തത്. നമ്മുടെ ഇന്ത്യയിൽ സെക്സ് സെലക്ഷൻ എന്ന് പറയുന്നത് ഈസ് ക്രിമിനൽ. അപ്പോൾ ഇപ്പം ഡോക്ടർ അത് നോക്കി കണ്ടാലും ഡോക്ടറിന് അത് പറയാനും പാടില്ല, സെക്സ് സെലക്ഷൻ ചോദിച്ചവരോട് ഡോക്ടറെ അപ്രോച്ച് ചെയ്യാനും പാടില്ല. കാര്യം അതിന്റെ മെയിൻ റീസൺ ഇതാണ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള പല സ്ഥലങ്ങളും ഇപ്പോഴും ഉണ്ട്. അതൊരു സൈഡിൽ. ഇപ്പുറത്തെ സൈഡിൽ അതിന് എല്ലാത്തിനും 2-3 വശങ്ങൾ കാണുമല്ലോ. ഇപ്പുറത്തെ സൈഡിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ IVF വഴി സെക്സ് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഐഡിയലി. നമ്മുടെ നാട്ടിൽ ബാൻഡാണ്. അപ്പം നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ അതിനുള്ള ഒരു വെൽത്തുള്ള ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ദേ ഫ്ലൈ ഔട്ട് ടു അതർ കൺട്രീസ്. അവിടെ ചെന്നിട്ട് ഈ
ഡിസൈനർ ബേബീസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ എംബ്രിയോസ് എടുത്തതിന് ശേഷം സെക്സ് സെലക്ഷൻ നോക്കി ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടി, പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടി, അങ്ങനെ സെലക്ട് ചെയ്തിടുന്നവരുണ്ട്. കാര്യം ഇറ്റ് ഇസ് ലീഗൽ ദെയർ. ഇപ്പൊ UAE-ലൊക്കെ അത് ലീഗലാണ്. അപ്പൊ അങ്ങനെ ലീഗലായിട്ട് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ടർക്കിയിലൊക്കെ പോകുന്ന പറയുന്ന പോലെ അവിടെ ലീഗലാണ്. അപ്പൊ അവരെ അവിടെ പോയിട്ട് അവിടെ IVF ചെയ്തിട്ട് അവിടുന്ന് സെക്സ് സെലക്ഷൻ ചെയ്ത് ആൺകുട്ടി വേണമെങ്കിൽ ആൺകുട്ടി, പെൺകുട്ടിയെ വേണമെങ്കിൽ പെൺകുട്ടി, അങ്ങനെ വേണ്ട എംബ്രിയോ ഇട്ട് അങ്ങനെ രീതി സെക്സ് സെലക്ഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അറിയില്ലായിരുന്നു കേട്ടോ, സെക്സ് സെലക്ഷൻ ഒരു ടോപ്പിക് അങ്ങനെ. പക്ഷെ അതിനൊരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ ഇറ്റ് ഇസ് എ ചോയ്സ് ആഫ്റ്റർ ഓൾ അല്ലേ. പക്ഷേ ഈ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞാൽ പെൺകുട്ടികൾ ഈ ഫീമെയിൽ ഫീറ്റിസൈഡും അത് പ്രിഫർ ചെയ്യാത്തതും, പെൺകുട്ടികൾ ഉണ്ടായാൽ അമ്മയോടും ആ ഉണ്ടായ കുഞ്ഞിനോടും ദേഷ്യം കാണിക്കുന്നതായിട്ടുള്ള ഒരു സെറ്റ് ആൾക്കാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. ഐ തിങ്ക് ആ ലോ എടുത്തു കളയാനും മാത്രം ഇന്ത്യ ഇതുവരെ ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ല. ഇത് അൾട്ടിമേറ്റ്ലി മദർ അല്ലല്ലോ അല്ലേ, നമ്മളിപ്പം ആ ഒരു ലെവലിലേക്കൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ സാധാരണ ബ്ലെയിം എപ്പോഴും അമ്മയുടെ, ഇവക്ക് എപ്പോഴും പെൺകുട്ടിയാണ്, ഇവക്ക് എപ്പോഴും ആൺകുട്ടി, ആ രീതിയിൽ പറയും. പക്ഷെ നമ്മൾ സയൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മദറിന്റെ ക്രോമോസോം എന്ന് പറയുന്നത് XX ആണ്. നമുക്ക് 46 ക്രോമോസോംസ് ഉണ്ട്. ഇതിൽ സെക്സ് ക്രോമോസോംസ് പറയുന്നത് 2 എണ്ണമാണ്. അത് XX ആകാം അല്ലെങ്കിൽ XY ആകാം. പെൺകുട്ടിയാണെങ്കിൽ എപ്പോഴും XX ആയിരിക്കും, ആൺകുട്ടിയാണെങ്കിൽ XY. പിന്നെ അതിന് കുറേ വേരിയേഷൻസും ഒക്കെ ഉണ്ട്. അപ്പം എപ്പോഴും ഒരു കുഞ്ഞുണ്ടായി വരുമ്പോൾ അമ്മയിൽ നിന്നൊരു സെക്സ് ക്രോമസോം, അച്ഛനിൽ നിന്നൊരു X ക്രോമസോം. അമ്മയ്ക്ക് 2 X ആണ്. അപ്പം അമ്മ ഏത് ഓവം എടുത്താലും അതിനകത്ത് X ക്രോമസോമേ കാണുള്ളൂ. അതേസമയം ഹസ്ബൻഡിൽ നിന്ന് വരുന്ന സ്പേംസിൽ X ക്രോമസോം ക്യാരി ചെയ്യുന്ന സ്പേംസും കാണും, Y ക്രോമസോം ക്യാരി ചെയ്യുന്ന സ്പേംസും കാണും. അപ്പൊ ഇൻ എഫക്റ്റ് സെക്സ് സെലക്ട് ചെയ്യുന്നത് ഫാദറാണ്. അപ്പം പക്ഷേ ബ്ലെയിം എല്ലാം നമ്മൾ യൂഷ്വലി നമ്മുടെ നാട്ടിൽ വരുന്നത് പെങ്കൊച്ചാണ് എപ്പോഴും വരുന്നതാണ്. പക്ഷെ ഐഡിയലി സയൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫാദറിന്റെ സൈഡിൽ നിന്നാണ്. അത് നമ്മൾ ഇത്രയും പഠിച്ചിട്ട് പോലും കാലം ഇത്രയും മാറിയാലും അങ്ങനെ മോൻ ചുളിക്കുന്ന ആളാണ്. അവിടെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതേപോലെ ഡോക്ടർ, ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു കോടതി വിധി വന്നല്ലോ, ഒരു മൈനർ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് 31 വീക്സ് എന്തോ ആയി അത് അബോർഷൻ ഉള്ളൊരു പെർമിഷൻ ഗ്രാൻഡ് ചെയ്തത്. അപ്പം അതിനെക്കുറിച്ചും അതേപോലെ ജനറലി ഇപ്പം ഈ അബോർഷൻ റേറ്റ്സിനെ കുറിച്ചും ഒക്കെ എന്താണ് സർ ഡോക്ടറിന് പറയാനുള്ളത്? അബോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇൻ ദി എൻഡ് ഇറ്റ് ഓൾ കംസ് ഡൗൺ ടു ചോയ്സ് അല്ലേ. അപ്പം പ്രഗ്നൻസി ക്യാരി ചെയ്യുന്നതും പ്രഗ്നൻസി എൻഡ് വരെ കൊണ്ടുപോയിട്ട് ഡെലിവറി ചെയ്യുന്നതും പെൺകുട്ടിയാണ്. ഇറ്റ്സ് എ മദേഴ്സ് ചോയ്സ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ വുമൻസ് ചോയ്സ് അത് മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ട എന്നുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മുടെ കോടതിയും അതിൽ ഊന്നി തന്നെയാണ് വിധികൾ വരാറുള്ളത്. നമ്മുടെ നാട്ടിൽ 24 വീക്സ് വരെ, 24 വീക്സ് എന്ന് പറയുമ്പോൾ 6 മാസം വരെ അബോർഷൻസ് അലൗഡ് ആണ്. പല പല റീസൺസ് കാരണമാണ്. അതിനുശേഷം 20 വീക്സ് വരെ ഭയങ്കര ഫ്രീ ആയിട്ടും, അതിനുശേഷം ചില സ്പെസിഫിക് കണ്ടീഷൻസിൽ മാത്രം 24 വീക്സ് വരെ അലൗ ചെയ്യും. നേരത്തെ അതിനും പുറകോട്ടായിരുന്നു, 12 വീക്സും 20 ആയിരുന്നു. ഈ അടുത്താണ് അത് മാറ്റി 20 24 ആക്കിയത്. അപ്പോൾ ഈ പ്രത്യേക കേസിൽ ഈ കുട്ടിക്ക് 15 വയസ്സേ ഉള്ളൂ, മൈനറാണ്. അപ്പം പുള്ളിക്കാരി ഇങ്ങനെ അബോർഷന് വേണ്ടിയിട്ട് ആദ്യം ബോംബെ ഹൈക്കോടതിയിൽ പോയി. അപ്പോൾ അവര് ഹൈക്കോടതി അത് റിജക്ട് ചെയ്തു. അപ്പോൾ അവർ അപ്പീലുമായിട്ട് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ നിന്നാണ് ഇങ്ങനെ നല്ലൊരു വിധി വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ റീസണിങ് ഇസ് വെരി സിമ്പിൾ. അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരാളെ താല്പര്യം ഇല്ലെങ്കിൽ ഫോഴ്സ് ചെയ്ത് ടേം വരെ കൊണ്ടുപോകാനോ ഡെലിവറി ചെയ്യാനോ പറയാൻ പറ്റില്ല. അത്ര സിമ്പിളായിട്ടാണ് കോടതി അത് പറഞ്ഞിരിക്കുന്നത്. അപ്പം സർക്കാരിൻ്റെ വാദം എന്ന് പറയുന്നത് കുഞ്ഞ് ജനിക്കട്ടെ, നമുക്ക് അഡോപ്ഷന് കൊടുക്കാമല്ലോ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ കോടതി ചോദിക്കുന്നത് ഈ പ്രഗ്നൻസി ടേം വരെ കൊണ്ടുപോയി കുഞ്ഞിനെ കണ്ടതിന് ശേഷം അപ്പോൾ അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്ട്സ്, ഫിസിയോളജിക്കലി ആ കുട്ടിക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ, ഇതിനൊക്കെ ആര് ഉത്തരം പറയും എന്നാണ് കോടതി തിരിച്ചു ചോദിച്ചത്. അത് വളരെ ഒരു പ്രോഗ്രസീവായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അബോർഷൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂമൻ റൈറ്റ്. അപ്പം എപ്പോഴും മദറിൻ്റെ ഒരു ചോയ്സ് ആയിരിക്കണം എന്നുള്ള അഭിപ്രായമുള്ള ആൾ തന്നെയാണ് ഞാൻ. കോടതിയുടെ വിധിയോട് ഞാൻ 100% യോജിക്കുന്നു. അത് പറയുമ്പോൾ പക്ഷേ വേറെ കാര്യം കൂടെ പറയണം. നമ്മൾ അങ്ങോട്ട് വീക്സ് പോകും തോറും അബോർഷൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമുക്കൊരു 12 വീക്സിൽ ഒരു അബോർഷൻ, അല്ലെങ്കിൽ ഒരു 8 വീക്സിൽ ഒരു അബോർഷൻ ചെയ്യുന്ന പോലെ അല്ല ഈ 24 വീക്സിലോ 30 വീക്സിലോ ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആണ്. കാര്യം 30 വീക്സ് എന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് പുറത്ത് വന്നാൽ കുഞ്ഞ് ചിലപ്പോൾ ജീവിച്ചേക്കാവുന്ന ഒരു സമയമാണ്. അപ്പം നമ്മൾ ആക്ച്വലി ശരിക്കും ഒരു ലേബറിന് പോകുന്ന ഒരു ബുദ്ധിമുട്ട് ആ കുട്ടികൾക്ക് ആ സമയത്ത് കാണും. നമുക്കത് മാനേജ് ചെയ്യാനും അതിന് കോംപ്ലിക്കേഷൻസ് വരാനും ഒക്കെയുള്ള സാധ്യതകൾ എപ്പോഴും കൂടുതലാണ്. എപ്പോഴും ഒരു മൾട്ടി ഡിസിപ്ലിനറി അത്യാവശ്യം നല്ലൊരു ഫെസിലിറ്റീസ് ഉള്ള ഒരു സെന്ററിൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം ഐ എം ഫോർ അബോർഷൻ റൈറ്റ്സ്, പക്ഷേ കുറച്ച് പ്രോപ്പറായിട്ടുള്ള രീതിയിലും മാക്സിമം നേരത്തെ ചെയ്യുന്നതാണ് ആ കുട്ടിക്കും എപ്പോഴും നല്ലത് എന്നാണ്. അതൊരു ഡോക്ടർ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റും കൂടെയാണല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡൗട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഡ്രഗ്സിൻ്റെ യൂസും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കൂടുന്നുണ്ട്. ബോത്ത് മെൻ ആൻഡ് വിമൻ എല്ലാവരും ഒരേപോലെ ഇതെല്ലാം യൂസ് ചെയ്യുന്ന ഒരു കാലമാണല്ലോ. അപ്പം ഈ ഒരു ഡ്രഗ്സിനൊക്കെ യൂസ് ചെയ്യുന്നവർ ഫ്യൂച്ചറിൽ ഇപ്പോൾ അവർ ഫാമിലിയൊക്കെ ആവാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ടൈമിൽ കുട്ടികളുണ്ടാവാൻ ഇൻഫെർട്ടിലിറ്റിയുടെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ?
അങ്ങനെ അത് ഡയറക്റ്റ് കോറിലേഷൻ എന്ന് പറയാൻ നമുക്ക് അറിയില്ലല്ലോ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ അടുത്ത് ആൾക്കാർ വരുമ്പോൾ അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി നമുക്ക് അറിയത്തില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഈ പറയുന്ന ഈവൻ സ്മോക്കിംഗ്, ആൽക്കഹോൾ തൊട്ട് അത് തന്നെ നമുക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഇത് ലോങ് ടേം യൂസ് ചെയ്താൽ സ്പെർമിന്റെ ആണെങ്കിൽ ഓവത്തിന്റെ ക്വാളിറ്റി അത് ബാധിച്ചേക്കാം എന്നുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഡ്രഗ്സിനെല്ലാം അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ് സൈഡ് എഫക്ട്സ് കാണും. പിന്നെ ഒന്നാമത്തെ കാര്യം ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ, നോട്ട് ജസ്റ്റ് ഡ്രഗ്സ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും എല്ലാത്തിനും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ പേരൻസ് കുറച്ചും കൂടെ പ്രായമായിട്ടാണ് ഇപ്പോൾ പേരൻസ് ആവാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരു സൈഡിൽ വരും. ഏജ് കൂടുന്തോറും പ്രഗ്നന്റ് ആവാനും പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് വരാനും അതൊരു ക്വസ്റ്റ്യനും ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അപ്പം അതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇത് ഒരിക്കലും അഡ്വൈസ്ഡ് അല്ലല്ലോ. ഇപ്പം മെഡിക്കലി ആണെങ്കിലും അവരുടെ ഹെൽത്ത് വെച്ചിട്ടാണെങ്കിലും ഈ ഡ്രഗ്സ് ഇതെല്ലാം നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യും എന്നുള്ളത് ഇറ്റ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ്. മാക്സിമം നമ്മുടെ ബോഡിയെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക. ഇപ്പം നോട്ട് ജസ്റ്റ് ഫെർട്ടിലിറ്റി അല്ലേ, നമ്മുടെ എല്ലാ ബോഡിയിലെ എല്ലാ സിസ്റ്റത്തെയും ഇത് നെഗറ്റീവായിട്ട് ബാധിച്ചേക്കും. അത് പറഞ്ഞ ഏജിന്റെ കാര്യം, ഇപ്പോൾ ഒരു ഐഡിയൽ ഏജ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ സ്ത്രീകളോടാണെങ്കിൽ ചിലർ പറയും നേരത്തെ കുഞ്ഞുങ്ങളായാൽ അതാണ് നല്ലത്. ഇപ്പം അല്ലെങ്കിൽ ഒരു 35-നുള്ളിൽ ഒരു ഫാമിലി കംപ്ലീറ്റ് ആക്കാൻ നോക്കണം എന്നൊക്കെ പറയും. സോ അങ്ങനത്തെ ഒരു ഐഡിയൽ ഏജ് ഉണ്ടോ, ലൈക്ക് ഫോർ മെൻ ആൻഡ് വിമൻ, ഇപ്പം കുഞ്ഞുങ്ങളാവാനുള്ള? അങ്ങനൊരു ഐഡിയൽ ഏജ് എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇത് ഈ ഒരു തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമൻസ് വരുന്നതിൻ്റെ മെയിൻ റീസൺ യങ് ഏജ് ഗ്രൂപ്പ് റിപ്രൊഡക്റ്റീവ്ലി യങ് ആണ്. ഒരു 35 താഴെ എന്ന് പറയുമ്പോൾ റിപ്രൊഡക്റ്റീവ്ലി യങ് ആണ്. അപ്പം യൂഷ്വലി എന്താണ്, നമ്മൾ ഏജ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ അതിൻ്റേതായിട്ടുള്ള ചേഞ്ചസ് വരില്ലേ. നോട്ട് ജസ്റ്റ് റിപ്രൊഡക്ഷൻ വൈസ് അല്ലേ, നമ്മുടെ ഹാർട്ടിനാണെങ്കിലും നമ്മുടെ എല്ലാ സിസ്റ്റത്തിനും ചേഞ്ചസ് വരും. അതുപോലെ തന്നെ നമുക്ക് പ്രായമാകുമ്പം റിപ്രൊഡക്റ്റീവ് വൈസും നമ്മുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഏജ് ചെയ്യും, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാം. അപ്പം നേരത്തെ പ്രഗ്നന്റ് ആയാൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ കുറയുമോ എന്ന് ചോദിച്ചാൽ ശരിയാണ്, കുറയും. പക്ഷേ അഗെയിൻ ഇറ്റ് കംസ് ഡൗൺ ടു ചോയ്സ് അല്ലേ. ഇപ്പം ഒരാൾക്ക് ഇപ്പോൾ കരിയർ നോക്കുന്ന ഒരാളല്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ നിനക്ക് ഇപ്പോൾ പ്രായം കുറവ്, നീ ഓടിപ്പോയി പ്രഗ്നന്റ് ആവുമെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ വാലിഡ് ആർഗ്യുമെന്റ്. അപ്പം പിന്നെ ആ ഒരു ഡിസ്കഷനെ അവിടെ പോയിന്റ് ഇല്ലാതാവുന്നു. അപ്പം ഏർലിയർ പ്രഗ്നൻസീസിൽ കോംപ്ലിക്കേഷൻസ് കുറവാണ്, ശരിയാണ്. പ്രായം കുറവാണെങ്കിൽ പ്രഗ്നന്റ് ആവാൻ എളുപ്പമാണ്, അത് ശരിയാണ്. എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവരോടും നേരത്തെ പ്രഗ്നന്റ് ആവാൻ പറയാൻ പറ്റില്ലല്ലോ. എസ്പെഷ്യലി ഇപ്പം നമ്മുടെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഭയങ്കര കരിയർ ഡ്രിവൺ ആണ്. അപ്പോൾ അവർക്ക് ആദ്യം കരിയർ സെറ്റ് ചെയ്യണമെന്ന് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് പോകുന്ന ആൾക്കാരോട് അവർക്ക് ചിലപ്പോൾ അവരുടെ ആ ഒരു ലൈഫ് സെറ്റ് ആയതിനു ശേഷം ഫാമിലിയിലേക്ക് പോകാനായിരിക്കും അവർ പ്രിഫർ ചെയ്യുക. അപ്പോൾ അവിടെയാണ് ആക്ച്വലി ഇൻഫെർട്ടിലിറ്റിയും അതിൻ്റെ ടൂൾസും കൂടുതൽ യൂസ് വരിക. അപ്പോൾ എപ്പോഴും പിന്നെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ചിലവർ കുറേയും കൂടെ കഴിഞ്ഞാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അവർ ഊസൈറ്റ് അല്ലെ ഓവം അണ്ടം ഫ്രീസ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഫാമിലി തന്നെ ഇപ്പോൾ കല്യാണം കഴിച്ചു 30-ൽ കല്യാണം കഴിച്ചതേ ഉള്ളൂ, അവർക്ക് പക്ഷേ 40-ലും മതി കുട്ടികൾ. അപ്പോൾ അവർ ഈ ഒരു ഏജിൽ തന്നെ അവർക്ക് IVF പോലെ എന്തെങ്കിലും ചെയ്ത് അവർ എംബ്രിയോസ് ആക്കി അത് ഫ്രീസ് ചെയ്ത് വെക്കാം. അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ. അപ്പം നമ്മളൊരു ഏജ് എന്ന് പറയുന്നൊരു കാര്യം വെച്ചിട്ട് ഇവരുടെ മൊത്തത്തിൽ അങ്ങനെ പറയാൻ ഒരു ഐഡിയൽ ഏജ് എന്ന് പറയാൻ പറ്റില്ല. റിപ്രൊഡക്റ്റീവ് വൈസ് ഡെഫിനറ്റ്ലി യങ്ങർ ഏജ് ആണെങ്കിൽ കോംപ്ലിക്കേഷൻ പ്രഗ്നന്റ് ആവാനും എളുപ്പമാണ്, കോംപ്ലിക്കേഷൻസും കുറവാണെന്നുള്ളത് ശരിയാണ്. പക്ഷേ ദാറ്റ് ഇസ് ജസ്റ്റ് ഫിസിയോളജി അല്ലേ, അത് എല്ലാ സിസ്റ്റത്തിലെയും പോലെ തന്നെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എന്നുള്ളതാണ്. പിന്നെ അതേപോലെ നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ ചിലപ്പം മാരീഡ് ആയാലും ഉടനെ കുട്ടികൾ വേണ്ടെന്ന് ഓരോരുത്തരുടെ ചോയ്സാണ്. സോ ഇപ്പം നമ്മൾ ഇപ്പം കോൺട്രസെപ്റ്റീവ് അങ്ങനത്തെ കുറേ ഇപ്പം പിൽസിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ. സോ അങ്ങനെ ഇപ്പം അങ്ങനത്തെ പിൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളൊരു ടൈമിൽ ഇപ്പോൾ കൺസീവ് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്യുമ്പോൾ ഈ പിൽസിൻ്റെ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാവാറുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം നമ്മൾ ഈ പിൽസ് എല്ലാം ഉണ്ടാക്കിയേക്കുന്നതിന് കോൺട്രസെപ്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളതിനെ വിളിക്കുന്നതിന് OCPs എന്നാണ്, ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ്. ശരിയാണ്, ഇതിനകത്തുള്ളത് ഹോർമോൺസ് ആണ്, ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇത് നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺസ് തന്നെയാണ്. അപ്പോൾ ഈ പില്ലുകൾ ചെല്ലുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസിന് പകരം നമ്മൾ എക്സ്റ്റേണലി സപ്ലിമെന്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ കൺട്രോളിൽ ഹോർമോൺ സിസ്റ്റം നിൽക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ് ആക്ച്വലി. അപ്പോൾ പ്രഗ്നന്റ് ആവാതിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ യൂഷ്വൽ OCPs ഇതിന് സൈഡ് എഫക്റ്റുകളുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ചില ആൾക്കാർക്ക് ടോളറേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര ബ്ലോട്ടിങ്, ഭയങ്കര ഇഷ്യൂസ് വരാം, ചിലപ്പോൾ മൂഡ് സ്വിങ്സ് വരാം. അങ്ങനത്തെ ഒക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ OCPസിലേക്ക് പോകാന്നുള്ളതാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ അവർക്ക് സൂട്ടായ OCPs കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ വേറെ നമുക്ക് ഈ യൂട്രസിനുള്ളിലിടുന്ന പഴയ കോപ്പർട്ടി ഒക്കെ പറയാറില്ലേ, കോപ്പർട്ടി ഇപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെ ഹോർമോണലായിട്ട് യൂട്രസിനുള്ളിലിടുന്ന ഇംപ്ലാന്റ്സ് ഒക്കെ നമുക്ക് കിട്ടും, കയ്യിലൊക്കെ വെക്കുന്ന ഇംപ്ലാന്റ്സ് കിട്ടും, അങ്ങനെയുണ്ട്. പിന്നെ 3 മാസത്തിൽ ഒരിക്കൽ എടുക്കുന്ന ഇഞ്ചക്ഷൻസ് ഉണ്ട്. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം. അപ്പം ഒരു കപ്പിളിന് പ്രിവെന്റ് ചെയ്യണം അല്ലെങ്കിൽ പ്രഗ്നൻസി മുമ്പോട്ട് കുറച്ചും കൂടെ കഴിഞ്ഞ് മതി എന്ന് പറയുമ്പോൾ ദീസ് ആർ ഓൾ വാലിഡ് ഓപ്ഷൻസ്. നിർത്തുമ്പോൾ യൂഷ്വലി മറ്റേ ഒരു റിപ്രൊഡക്റ്റീവ് ഔട്ട്കം അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി അങ്ങനെ അഫക്റ്റ് ചെയ്യാറില്ല. കുറച്ചൊരു ഗ്യാപ്പ് എടുക്കേണ്ടി വരും ചിലപ്പം, ആ ഒരു ഫെർട്ടിലിറ്റി റിട്ടേൺ ചെയ്യാൻ പറ്റും ഡിപ്പെൻഡിങ് ഓൺ വാട്ട് ദേ വർ യൂസിങ്. അതിനനുസരിച്ച് ചിലപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് പ്രഗ്നൻസി ട്രൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കാര്യം പറയണം, ഇപ്പം
നമ്മളെ കാണാൻ വരുന്ന പല യങ് ആയിട്ടുള്ള കപ്പിൾസ് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട്സ് ഗേൾ ഫ്രണ്ട്സിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐപ്പിൽ പോലുള്ള ഗുളികൾ ഒരുപാട് ഉപയോഗിക്കാൻ ശ്രമിക്കാറുണ്ട്. കാര്യം ഐപ്പിൽ എന്ന് പറഞ്ഞാലും പ്രൊജസ്ട്രോൺ തന്നെയാണ്, പക്ഷെ അത് ഹൈ ഡോസിലാണ്. നമ്മുടെ ഒരു സാധാരണ ഡെയിലി കഴിക്കുന്ന കോൺട്രസെപ്റ്റീവ് പില്ലിനെക്കാളിൽ 50 ഇരട്ടിയോ 100 ഇരട്ടിയോ ഡോസിലാണ് ഈ ഐപ്പില്ലിലെ ഡോസേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു എമർജൻസി കോൺട്രസെപ്റ്റീവ് ആണ്. അതായത് ഇപ്പോൾ കോണ്ടമോ ഒന്നും ഇല്ലാതെ ബന്ധപ്പെട്ടു, പ്രഗ്നന്റ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്, പ്രഗ്നന്റ് ആവണ്ട, വേറെ കോൺട്രസെപ്റ്റീവ് ഒന്നും യൂസ് ചെയ്യാത്തൊരവസ്ഥയിൽ ഉപയോഗിക്കേണ്ട എമർജൻസി കോൺട്രസെപ്റ്റീവ് ആണത്. അത് ആൾക്കാർ എന്ത് ചെയ്യും, ഓരോ തവണയും ബന്ധപ്പെട്ടതിന് ശേഷം അത് ഓരോ തവണ എടുത്തെടുത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ 1-2 തവണയൊക്കെ ഒരു സൈക്കിൾ കഴിച്ചാലും കുഴപ്പമില്ല എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. പക്ഷേ ഇത് സ്ഥിരമായി കഴിയുമ്പോൾ അവരുടെ പീരീഡ്സ് ഇറഗുലർ ആകാം, അവരുടെ മൊത്തത്തിലുള്ള ഫിസിയോളജി അത് ബാധിച്ചേക്കാം. അപ്പോൾ അതൊരു ഡെയിലി പില്ല് പോലെ ഉപയോഗിക്കരുത് എന്നുള്ളത് എനിക്ക് എടുത്ത് പറയാനുള്ളത്. പക്ഷേ അതർവൈസ് കോൺട്രസെപ്റ്റീവ് പിൽസ് ആർ സേഫ്. ഇതിലൊക്കെ ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുള്ളതാണ്. നമുക്ക് സേഫ് ആയിട്ടുള്ളതും നമുക്ക് സൂട്ട് ചെയ്യുന്ന കോൺട്രസെപ്റ്റീവ് മെത്തേഡ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിലാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അതുപോലെ നമ്മളിപ്പോൾ ഈ അബോർഷൻ്റെ കാര്യം കുറച്ച് മുന്നേ സംസാരിച്ചത്, ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം അറിയാതൊന്നും ഇപ്പം നമ്മൾ പ്ലാൻഡ് അല്ല, പ്രഗ്നൻ്റ് ആയി ഉടനെ ഈ ചില നാച്ചുറൽ മെത്തേഡ്സിൽ ഡിപ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. ഇപ്പം നമ്മൾ പൈനാപ്പിൾ കഴിക്കാന്ന് പറയും, പപ്പായ കഴിക്കാന്ന് പറയും. സോ അതിലൊക്കെ എന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇല്ല, ഒരു വസ്തുതയില്ല. ഇത് ബേസിക്കലി ഇത് പറയാനുള്ള കാര്യം, ഈ പഴുക്കാത്ത പപ്പായ, അൺറൈപ്പ് ആയിട്ടുള്ള പപ്പായയിലെ ചില ഈ കെമിക്കൽസ് ഉണ്ട്. അത് ഈ അങ്ങനെ ചെറിയൊരു നമുക്ക് ഇറിറ്റേഷൻ വയറ്റിലും യൂട്രസിലും ഉണ്ടാക്കാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരിക്കലും അൺറൈപ്പ് പപ്പായ അല്ലെ പഴുക്കാത്ത പപ്പായ എടുത്ത് കഴിക്കരുത് പ്രഗ്നൻസി സമയത്ത്. അത് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. അല്ലാതെ റൈപ്പ് പപ്പായ ഇസ് എ ഗുഡ് സോഴ്സ് ഓഫ് മെനി അതർ നല്ല ന്യൂട്രിയൻസ് ആൻഡ് വൈറ്റമിൻസ്. റൈപ്പ് പപ്പായ കഴിക്കാം. അതുപോലെ ഇപ്പോൾ പൈനാപ്പിൾ ആണെങ്കിൽ തന്നെ, പൈനാപ്പിൾ നമ്മൾ വെറുതെ കഴിച്ചാൽ തന്നെ നമുക്ക് വായിലൊരു തരിപ്പ് പോലെയൊക്കെ തോന്നാറില്ലേ? കാര്യം അതിനകത്തിൽ ബ്രോമലിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. അത് കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുക. അതിൽ നിന്ന് ആൾക്കാർ എക്സ്ട്രാപൊളേറ്റ് ചെയ്താണ് പൈനാപ്പിൾ കഴിച്ചാൽ ബുദ്ധിമുട്ട് വരും എന്നൊക്കെ പറയുന്നത്. ദീസ് ആർ ബോത്ത് ആർ സേഫ്. പൈനാപ്പിൾ ആണെങ്കിലും പപ്പായ ആണെങ്കിലും ഈ പറയുന്ന നാച്ചുറൽ മെത്തേഡ്സ് ഒന്നും. അതിന് ഇപ്പുറത്തെ ഒരു വശമുണ്ട്, ലേബർ ആവാറാവുന്ന സമയത്ത് ഡേറ്റ്സ് ഒക്കെ കഴിക്കാൻ പറയും. ഡേറ്റ്സ് കഴിച്ചാൽ ലേബർ പെയിൻ വരും എന്നൊക്കെ. ഡേറ്റ്സിനകത്തിൽ അങ്ങനെ ലേബർ ഇൻഡ്യൂസ് ചെയ്യുന്ന പോലത്തെ കെമിക്കൽസ് ഉണ്ട്, പക്ഷേ ദേ ആർ ഇൻ വെരി വെരി മൈന്യൂട്ട് എമൗണ്ട്സ്. നമ്മൾ കിലോ കണക്കിന് ഡേറ്റ്സ് കഴിച്ചാലാണ് അങ്ങനത്തെ എഫക്റ്റ് വരിക. ബട്ട് ഇത് ആ സമയത്ത് അതൊന്നും ട്രൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതുപോലെ പൈനാപ്പിൾ പപ്പായ പ്രഗ്നൻസിയിൽ അബ്സല്യൂട്ട്ലി സേഫ് ആണ്. ഇത് വേറൊരു സൈഡിൽ ഇപ്പം അബോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നവർക്ക് അത് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പറ്റില്ല. അതെ. അത് പറഞ്ഞപ്പോഴുണ്ട്, അബോർഷൻ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി തന്നെ ചെയ്യണം. പ്രോപ്പർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് ഇത് ചെയ്യുന്ന സെന്റേഴ്സിൽ പോയി ചെയ്യണം. അതിൻ്റെ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഇഞ്ചെക്ഷൻസ് വരാം, മരുന്നുകളിൽ വ്യത്യാസങ്ങൾ വരാം. ചിലപ്പം മരുന്നുകൾ കൊണ്ട് നടന്നില്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സ് വേണ്ടി വരാം. ഈ ഷെയ്ഡി ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ്സിൽ കൂടെ പോയില്ലെങ്കിൽ ലോങ് ടേമിൽ ഇഷ്യൂസ് വരാം. അപ്പം എപ്പോഴും നമ്മുടെ ഇപ്പം കേരളത്തിൽ കൊച്ചിയിലൊക്കെ തന്നെ അബോർഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ആശുപത്രികളുണ്ട്. അപ്പം അത് കണ്ടുപിടിച്ച് അവിടെ പോവാന്നുള്ളതാണ്. അങ്ങനെ ജഡ്ജ്മെന്റൽ അല്ലാത്ത ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പം ഫൈൻ സച്ച് പ്ലേസസ്, ഫൈൻ സച്ച് ഗുഡ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഗോ ഡു ഇറ്റ് ഇൻ എ പ്ലേസ് വെർ ഇറ്റ് ഇസ് ഡൺ ലീഗലി ആൻഡ് പ്രോപ്പർലി. അത് മാത്രമേ എനിക്ക് പറയാം. അതേപോലെ ഡോക്ടർ, ഇപ്പോൾ ഈ അബോർഷൻസ് ചെയ്യുമ്പോൾ ഒരു കൺസേൺ, ചിലപ്പോൾ അമ്മ റെഡിയല്ല, ചിലപ്പോൾ ആ ഒരു ലേഡിക്ക് അബോർഷൻ ചെയ്യണം എന്ന് കാണും. പക്ഷേ പാർട്ട്ണർ ഡൗട്ട് കാണും, ഇനി ഫ്യൂച്ചറിൽ ഇപ്പോൾ അബോർഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ അതിന് ബുദ്ധിമുട്ട് ഉണ്ടാവുമെന്ന് വെച്ചിട്ട് ഫോഴ്സ് ചെയ്ത് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ പറയുമല്ലോ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അബോർഷൻ ചെയ്തത്? യൂഷ്വലി മെഡിക്കൽ അബോർഷൻ കൊണ്ട് അങ്ങനത്തെ ഇഷ്യൂസ് വരാറില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ചില സമയത്ത് വളരെ റെയർ ആയിട്ട് നമുക്ക് സർജിക്കലി ചെയ്യേണ്ടി വന്നേക്കാം. അപ്പം 100% അല്ല, ചിലപ്പോൾ വളരെ റെയർ ആയിട്ട് നമുക്ക് സർജിക്കലി ചെയ്യേണ്ടി വന്നേക്കാം. വളരെ വളരെ റെയർ ആയിട്ട് യൂട്രസിനുള്ളിൽ ബുദ്ധിമുട്ടുകൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ദീസ് ആർ വെരി 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 റെയർ. അപ്പോൾ ഒരിക്കലും അതുകൊണ്ട് അങ്ങനെ അബോർഷൻ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിൽ ചെയ്യാതിരിക്കരുത്. മിക്ക അബോർഷൻസും ആദ്യത്തെ 2-3 മാസം മരുന്നുകൊണ്ട് മാത്രം തന്നെ അബോർഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് അത് വർക്കായില്ല, അത് ഫെയിൽ ആവുന്നു, അല്ലെങ്കിൽ ഒരു 11 വീക്സ് ഒക്കെ ക്രോസ് ചെയ്താൽ മാത്രമാണ് നമ്മൾ സർജിക്കൽ മെത്തേഡ്സിലേക്ക് പോകുക. അതും ഭയങ്കര സേഫർ മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, വളരെ 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 ചെറിയൊരു ശതമാനം യൂട്രസിനകത്ത് ഒട്ടിപ്പിടുത്തങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ബട്ട് ഇറ്റ് ഇസ് വെരി 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 റെയർ. അല്ലാതെ അത് ഇപ്പോൾ ഒരു അമ്മ റെഡി അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്ത് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യം അത് ഒരിക്കലും പറ്റില്ലല്ലോ. സം അതേഴ്സ് ചോയ്സ്. ഇപ്പം നമുക്കൊരു അബോർഷൻ ചെയ്യണമെങ്കിൽ പെൺകുട്ടിയുടെ സൈൻ മാത്രം മതി, ഐഡിയലി പാർട്ട്ണറിന്റെ സൈൻ പോലും വേണ്ട. പക്ഷേ മിക്ക ഹോസ്പിറ്റൽസിൽ നമ്മൾ വാങ്ങിക്കും സേഫർ സൈഡ്. പക്ഷേ ലീഗലി ചിലപ്പോൾ ഇൻഫെർട്ടിലിറ്റി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ കേരളത്തിൽ ഇൻഫെർട്ടിലിറ്റി റേറ്റ്സ് കൂടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും റീസൺസോ ലൈഫ് സ്റ്റൈലോ? ഇപ്പോൾ നമ്മൾ ഡ്രഗ്സിൻ്റെ കാര്യം പറഞ്ഞു, അതല്ലാതെ തന്നെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? ഇൻഫെർട്ടിലിറ്റി റേറ്റ്സ് പൊതുവേ കൂടുന്ന രീതിയിലാണ്. അത് പല റീസൺസ് ആണ്. ഒന്നാമത്തെ കാര്യം, പലരും പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രായം കൂടുമ്പോഴാണ്. ഇപ്പോൾ പ്രായം കൂടുമ്പോൾ ട്രൈ ചെയ്യുമ്പം ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്. അതൊരു റീസൺ. പിന്നെ നമ്മുടെ എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, ഇതൊക്കെ കുറേ അതിനകത്തിൽ കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സ് ആണ്. ഇപ്പം ലേറ്റ്
ഏജ് ആണെന്ന് തോന്നുന്നു വൺ ഓഫ് ദ മെയിൻ റീസൺസ് പീപ്പിൾ അപ്രോച്ച് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സ് നൗ ഡേയ്സ്. പിന്നെ സെക്ഷൽ ബുദ്ധിമുട്ടുകൾ കാരണം ഇൻഫെർട്ടിലിറ്റി ഇൻ ദ സെൻസ് ബന്ധപ്പെടാനുള്ള ബുദ്ധിമുട്ട്, പക്ഷെ കുട്ടികൾ വേണം, അങ്ങനത്തെ ഒരു വലിയൊരു ക്രൗഡ് ഇപ്പോൾ വരുന്നുണ്ട്. ഒരു പ്ലറ്റോണിക് മാരേജ് പോലെ ബന്ധപ്പെടാറില്ല, പല റീസൺസും ഉണ്ടാവാം, പക്ഷെ അവർക്ക് കുട്ടി വേണം, അപ്പോൾ IUI അല്ലെ IVF പോലത്തെ അങ്ങനെ ചോദിച്ചു വരുന്നവരുണ്ട്. പക്ഷെ ഡെഫിനറ്റ്ലി ഐ ഫീൽ ഇൻഫെർട്ടിലിറ്റി റേറ്റ്സ് കൂടുന്നുണ്ട്. അതൊരു മൾട്ടി ഫാക്ടോറിയലാണ്, പല റീസൺസ് ആണ്. ഡോക്ടർ, അതേപോലെ നമ്മളുടെ ഒരു എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്, അതായത് ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ ലേഡി ഡോക്ടേഴ്സ് ആണ് കൂടുതൽ, അല്ലെങ്കിൽ പേഷ്യൻസ് ലേഡി ഡോക്ടേഴ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് ഒരു പൊതുവെ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആസ് എ മെയിൽ ഗൈനക്കോളജിസ്റ്റ് എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ ഗൈനക്കോളജിയിലേക്ക് എത്തിയതെന്നും കൂടെ നമ്മളോടൊന്ന് ഷെയർ ചെയ്യാമോ? ഒരുപാട് പേര് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഡെഫിനറ്റ്ലി ഒരു ചലഞ്ചിങ് ജേർണി തന്നെ ആയിരുന്നു. കാര്യം നമ്മൾ ഈ കുറേ വർഷം, ഒരു ഓൾമോസ്റ്റ് 10-12 ഇയേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്നത്. അപ്പം ആൾക്കാർ വന്നിട്ട് മെയിൽ ഗൈനൊക്കെ വേണ്ടാന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമം വരും. പക്ഷേ ഇൻ ദി എൻഡ് ഇറ്റ്സ് പേഷ്യൻസ് ചോയ്സ് അല്ലേ. അപ്പോൾ പേഷ്യൻ്റ് ആരെ കാണണം എന്നുള്ളത് പേഷ്യൻ്റെ ചോയ്സാണ്. പക്ഷെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ കരിയർ തുടങ്ങിയ ഒരു സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുമായിരുന്നു ഓരോ സ്ഥലത്ത് ചെല്ലുമ്പം. ഈവൻ നോട്ട് ജസ്റ്റ് പേഷ്യൻ്റ് വൈസ്, ഓരോ ഹോസ്പിറ്റൽസിലേക്കാണെങ്കിലും ജോബ് കൺസിഡർ ചെയ്യുമ്പോൾ പോലും മെയിലാണോ എന്നാൽ വേണ്ട എന്നുള്ള രീതിയിലത്തെ ഒരു കൺസിഡറേഷൻസ് ഒക്കെ വന്ന പോലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ഇറ്റ് ഹാസ് ബീൻ ഗുഡ് ജേർണി. നമ്മൾ പതുക്കെ ആണെങ്കിലും അങ്ങനെ കഷ്ടപ്പെട്ട് ഒരു കുഴപ്പമില്ലാത്തൊരു സ്റ്റേജിൽ വരെ ഇപ്പോൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ് വാസ് എ ഗുഡ് ജേർണി എന്ന് ഐ ഫീൽ. പിന്നെ എന്തിനിതെടുത്തു എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. എനിക്കങ്ങനെ ഒരു മെഡിക്കൽ ബാക്ക് ഡ്രോപ്പ് ഒന്നും ഇല്ലാത്ത ആളാണ്. അതായത് എൻ്റെ ഫാമിലിയിൽ അങ്ങനെ ഡോക്ടേഴ്സായിട്ട് ആരും ഇല്ല. അപ്പോൾ എന്നെ ഇങ്ങനെ എപ്പോഴെങ്കിലും ഗൈഡ് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യാനോ ഉള്ളത് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ മെൻറ്റേഴ്സും മാത്രമാണ്. അപ്പം ഞാൻ ഈ ഹൗസ് സർജൻസി ഞങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സർജറിയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഒരു സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. സാറ് ഭയങ്കര കാര്യമായിട്ടായിരുന്നു. അപ്പോൾ സാറിങ്ങനെ പറയായിരുന്നു, എൻ്റെ സർജിക്കൽ ഹാൻഡ്സ് നല്ലതാണ്, നീ സർജറി ചെയ്താൽ നല്ലതായിരിക്കും എന്നൊക്കെ. അപ്പോൾ അത്രയും വലിയൊരാൾ, നമ്മളന്ന് ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ അത്രയും വലിയൊരാൾ അങ്ങനെ പറയുമ്പോൾ അപ്പോൾ എന്തെങ്കിലും തോന്നാതെ സാർ അങ്ങനെ പറയില്ലല്ലോ, അപ്പോൾ സർജിക്കൽ ഫീൽഡിലേക്ക് പോകാം എന്നൊരു തോന്നൽ അങ്ങനെ വന്നു. പക്ഷേ ഫുള്ളി സർജറിയിലേക്ക് പോകാനും ഒരു താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഈ ഗൈനക്കോളജിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഉണ്ടല്ലോ. കാര്യം കുറേ കണ്ടീഷൻസ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതും ട്രീറ്റ് ചെയ്യുന്നതൊക്കെ മെഡിസിൻസ് വെച്ചിട്ടാണ്. അതേസമയം സർജറി വേണ്ട കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ മിക്സ്ഡ് ബാഗ്. മെഡിക്കൽ സൈഡും ഉണ്ട്, സർജിക്കൽ സൈഡും ഉണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടും ഉള്ളൊരു ഫീൽഡ് എന്നുള്ള രീതിയിൽ ഗൈനക്കിലേക്ക് ഒരു താല്പര്യം തോന്നി. പിന്നെ അതിനേക്കാട്ടിലും കൂടുതലായിട്ട് ഇൻഫെർട്ടിലിറ്റി, MBBS സമയം തൊട്ട് എനിക്ക് ഭയങ്കര ഫാസിനേഷൻ തോന്നിയിട്ടുള്ള ഒരു ഫീൽഡാണ് ഈ റിപ്രൊഡക്റ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി. ഒന്ന് ആലോചിച്ച് നോക്കൂ, കൺസീവ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്കാരെ നമ്മളുടെ ഒരു ഹെൽപ്പ് വഴി അവർക്കൊരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് ഇറ്റ് ഫീൽസ് ലൈക്ക് എ വെരി ബിഗ് സ്റ്റെപ്പ് ഇൻ ദെയർ ലൈഫ് അല്ലേ. പോവാന്ന് പറയുന്നത് പോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു ലൈഫിലെ ജേർണിയിലെ ഒരു ഭാഗമാവുന്നതിൽ അതൊരു വലിയൊരു പാർട്ടല്ലേ. അവർക്ക് ഒരു കുഞ്ഞുണ്ടാവുന്നതിൻ്റെ ഒരു പാർട്ടായി അല്ലെ അവരെ അതിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത് എനിക്കെന്തോ പണ്ട് തൊട്ടേ അതൊരു ഭയങ്കര ഒരു ഫാസിനേറ്റിംഗ് ആസ്പെക്ട് ഓഫ് മെഡിസിനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇൻഫെർട്ടിലേക്ക് പോവാം, അങ്ങനത്തെ ഒരു രീതി തന്നെയാണ് ഗൈനക്ക് എടുത്തത്. അപ്പം ഇറ്റ് ഹാസ് ബീൻ ലിറ്റിൽ ഡിഫിക്കൾട്ട്. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ജോലി ചെയ്യുന്നു, നമ്മൾ പ്രോപ്പർ റെസ്പെക്റ്റ് പേഷ്യൻറ്റിന് കൊടുക്കുന്നു, പേഷ്യൻ്റെ കൺസേൺസ് നമ്മൾ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഡസൻറ്റ് റിയലി മേക്ക് എ ഡിഫറൻസ് ഐ ഫീൽ. അപ്പം നമ്മൾ ജെനുവിനാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ എവിഡൻസ് ബേസ്ഡ് ആണ്, പേഷ്യൻറ്റിനെ നല്ലതിന് വേണ്ടിയാണെന്ന് പേഷ്യൻറ്റിന് മനസ്സിലായി കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് അവിടെ ജെൻഡറിനൊന്നും ഡസൻറ്റ് മാറ്റർ. ഇൻ ദി എൻഡ് പേഷ്യൻസിന് എന്താ വേണ്ട, അവരുടെ ചോയ്സിനെ റെസ്പെക്ട് ചെയ്യുക, അവർക്ക് വേണ്ട കെയർ അവർക്ക് വേണ്ട രീതിയിൽ കൊടുക്കുക, അവരുടെ വെൽബീങ് നോക്കുക. ഇത് മൂന്നും എനിക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നിടത്തോളം ഇറ്റ് ഡസൻറ്റ് റിയലി മേക്ക് എ ഡിഫറൻസ്. ബട്ട് യെസ്, നമ്മുടെ ഒരു സൊസൈറ്റിയിലും സമൂഹത്തിലും അതിൻ്റേതായിട്ടുള്ള ചലഞ്ചസ് ഉണ്ടായിരുന്നു, ഇല്ല എന്ന് ഞാൻ പറയുന്നുമില്ല. ഈ ഫീൽഡിലേക്ക് വരുന്ന ഗൈനക്കോളജിസ്റ്റുകൾക്ക് എല്ലാവർക്കും അതറിയാവുന്നതാണ്, മെയിൽ ഗൈനക്സിന്. പക്ഷേ ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ജേർണി ആൻഡ് ആ ജേർണി ഈസ് ഡെഫിനറ്റ്ലി റിവാർഡിങ്. അതേപോലെ ഡോക്ടർ ഇപ്പം നമ്പേഴ്സ് കൂടുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? മെയിൽ ഗൈനക്സിന്റെ എണ്ണം നല്ല രീതിയിൽ നമുക്ക് വെറുതെ തോന്നുന്നതാണ് കൂടുതൽ ലേഡി ഡോക്ടേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നു ഇവിടത്തെക്കാളും ഞാൻ PG ഒക്കെ ചെയ്ത ഡൽഹിയിലാണ്. ആ സൈഡിലൊക്കെ ഇപ്പം ഞങ്ങളുടെ ബാച്ചിലൊക്കെ അറ്റ് എ ടൈം തന്നെ 3-4 മെയിൽ ഗൈനക്സ് PGs ഉണ്ടായിരുന്നു. അവരെല്ലാം അതാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഗുജറാത്ത് ആ സൈഡിലൊക്കെ ഒരുപാട് മെയിൽ ഗൈനക്സ് ഉണ്ട്. ആക്ച്വലി പ്രോഗ്രസീവ് ആണെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലാണ് റിലേറ്റീവ്ലി കുറവ്. പക്ഷേ ഐ തിങ്ക് ദാറ്റ് ഇസ് ഓൾസോ ചേഞ്ചിങ്, കുറേ അധികം കൂടുതൽ നമ്പേഴ്സ് വരുന്നുണ്ട്. അതെ. അതേപോലെ ഡോക്ടർ വർക്ക് ചെയ്യുന്ന ബർത്ത് വില്ലേജ് അല്ലേ, അതിനെ കുറിച്ചൊന്ന് പറയാം. ആ ഒരു കോൺസെപ്റ്റ് എന്താണ്, അവിടുത്തെ പ്രോസസ് എന്നുള്ള എൻറ്റയർ ഒന്ന്. ബർത്ത് വില്ലേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി എ ഹോസ്പിറ്റൽ. പക്ഷേ അവിടെ ബർത്തിങ് രീതികൾക്ക് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമ്മളൊരു യൂഷ്വൽ ഹോസ്പിറ്റലിൽ നിന്ന് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ
അവിടെ വേറൊരു സെറ്റ് ഓഫ് ആൾക്കാരും കൂടെ ബർത്തിൽ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്, മിഡ് വൈഫ്സ്. അത് നമ്മുടെ വൈറ്റാട്ടികൾ നമ്മൾ നാട്ടിൽ പറയുന്നത്, പക്ഷേ ഇത് ആർ ഇന്റർനാഷണലി ട്രെയിൻഡ് മിഡ് വൈഫ്സ്. UK-ലും അല്ലെങ്കിൽ ഒരാൾ അവിടെ ആഫ്രിക്കയിൽ കുറേ വർഷങ്ങളോളം വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്റർനാഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള മിഡ് വൈഫ്സ് ഉണ്ട് അവിടെ. അപ്പോൾ അവര് ലേബർ കണ്ടക്ട് ചെയ്യാൻ അവരവിടെ ഉണ്ട്. നമുക്ക് മെഡിക്കൽ ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊരു കൊളാബറേറ്റീവ് കെയർ മോഡൽ എന്നും പറഞ്ഞിട്ടാണ് മിഡ് വൈഫ്സ്, ഗൈനെക്സ്, മെഡിക്കൽ ഓഫീസേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ ഒരു പ്രോപ്പർ ഹോസ്പിറ്റലിന് വേണ്ട എല്ലാ സെറ്റപ്പും അവിടെ ഉണ്ട്. ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, ഒരു level 2 NICU ഉണ്ട്, നമുക്ക് OPDs ഉണ്ട്, മെഡിസിൻസ് ഉണ്ട്, വാക്സിൻസ് ഉണ്ട്, എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. പിന്നെ വാട്ട് ഐ ലവ് അബൌട്ട് വർക്കിംഗ് ദെയർ ഇസ് അവർ റെസ്പെക്ടിങ് വിമൻസ് ചോയ്സസ് എന്നുള്ളതാണ്. ഇപ്പം ഈ പറയുന്ന പോലെ നാച്ചുറൽ ബർത്ത്, ഫിസിയോളജിക്കൽ ബർത്ത് ചോദിച്ചു വരുന്ന ഒരുപാട് ആൾക്കാർ നമ്മളവിടെ ഉണ്ട്. അപ്പം നമുക്ക് കുറേ കൂടെ സമയം കൊടുക്കുക, മദറിൻ്റെ അങ്ങനെയാണ് കേട്ടോ മിക്ക ഹോസ്പിറ്റൽസും ഇപ്പോൾ. പക്ഷേ ഐ ലൈക്ക് വർക്കിംഗ് ദെയർ ബിക്കോസ് ഓഫ് ഓൾ ദീസ് ഫാക്ടേഴ്സ്. അങ്ങനെ പിന്നെ ഈ നമ്മൾ സാധാരണ ബർത്ത് എന്ന് പറയുന്നത് കിടന്ന് പ്രസവിക്കുന്ന രീതിയാണല്ലോ. അപ്പോൾ ഇവർക്ക് ഈ മിഡ് വൈഫ്സിന് ഈ വേറെ പൊസിഷൻസിലെ ബേർത്തൊക്കെ അവർ ട്രൈ ചെയ്യാറുണ്ട്. നിന്നുകൊണ്ടുള്ള ബേർത്ത്, കിടന്നുകൊണ്ടുള്ള ബേർത്ത്, റോപ്പിൽ പിടിച്ചിട്ടുള്ള ബേർത്ത്, വാട്ടർ ബെർത്ത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ട് വന്നത് ബേർത്ത് വില്ലേജിലാണ്. അപ്പോൾ അതിനുള്ളതായിട്ടുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബേർത്ത് പാർട്ട്നേഴ്സ് ആർ അലൗഡ് ത്രൂ ഔട്ട്. അപ്പോൾ എപ്പോഴും ഹസ്ബൻഡിന് ഫുൾ ബർത്തിന്റെ പാർട്ടായിട്ട്. പിന്നെ VBACs ഒത്തിരി ട്രൈ ചെയ്യാറുണ്ട്, അതായത് സിസേറിന് ശേഷമുള്ള ബർത്തുകൾ. അതെനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അവിടെ ആയിരിക്കും. പിന്നെ സിസേറിയൻസ് എല്ലാം അവിടെ ഉണ്ട്, OT ഉണ്ട്. സിസേറിയനിൽ തന്നെ ജെന്റൽ സിസേറിയൻ, പാർട്ട്ണർ അകത്ത് എത്തി, അങ്ങനെ കുറേ കൂടെ പേഷ്യൻറ്റിൻ്റെയും പാർട്ട്ണറിൻ്റെയും ചോയ്സിനെ റെസ്പെക്ട് ചെയ്തുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ എവിഡൻസ് ബേസ്ഡ് കെയർ ആണ് അവിടെ ബേസിക്കലി. എന്ത് കാര്യങ്ങൾ ചെയ്താലും ഇന്റർനാഷണൽ ഗൈഡ് ലൈൻസ് ബേസ് ചെയ്താണ് അവിടെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻസും പ്രോട്ടോകോൾസും എല്ലാം. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പം ഫിസിയോളജിക്കൽ ബർത്ത്, നാച്ചുറൽ ബർത്ത് എന്നും പറഞ്ഞ് ചോദിച്ചു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോഴേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും, ഓക്കെ ഇങ്ങനെയൊക്കെയാണ്, പക്ഷേ എന്തെങ്കിലും ഒരു മെഡിക്കൽ ഇൻഡിക്കേഷൻ തോന്നിയാൽ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമെന്ന് പറയാറുമുണ്ട്. നമ്മൾ അതിനനുസരിച്ചിട്ട് അവിടെ ചെയ്യാറുണ്ട്. ഇതിപ്പം ബർത്ത് വില്ലേജിനെ കുറിച്ച് അറിയാത്തവർക്കാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണെന്നും കൂടെ ഒന്ന് പറയൂ. കാക്കനാടായിട്ടാണ്, നമ്മുടെ പള്ളിക്കര വണ്ടർലയിലോട്ട് പോകുന്ന സൈഡിൽ. ബ്രാഞ്ചസ് ഒന്നുമില്ല, കൊച്ചിയിൽ കാക്കനാട് കാക്കനാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ വരാറുണ്ട്. എനിക്കൊന്ന് നമുക്ക് കേരളത്തിനേക്കാളും കൂടുതൽ തമിഴ്നാട്, കർണാടക, നോർത്തിൽ നിന്നൊക്കെ വരാറുണ്ട്. ഈവൻ ഇന്റർനാഷണൽ കഴിഞ്ഞ മന്ത് നമുക്ക് അവിടുന്ന് ഒരു നേപ്പാളിൽ നിന്നൊരു കപ്പിൾ ഉണ്ടായിരുന്നു. പല സ്ഥലത്തു നിന്ന് ആൾക്കാർ ആ ഒരു ബർത്ത് ഫിലോസഫി ഇഷ്ടപ്പെട്ട് വരുന്നവരായിരിക്കും. അപ്പോൾ എന്നെക്കാളും കൂടുതൽ അവിടെ മിഡ് വൈഫ്സും മെഡിക്കൽ ഓഫീസേഴ്സും ഒക്കെയാണ്. ഞാൻ അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ്, എന്തെങ്കിലും ഇന്റർവെൻഷൻസ് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പോകാറുണ്ട്. പക്ഷേ ഇറ്റ്സ് എ നൈസ് പ്ലേസ്. സോ നമ്മുടെ കുറേ ഡൗട്ട്സ്, അതായത് നമ്മൾ തുടങ്ങിയത് അഖിൽമാരാരുടെ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ്. ആ സ്റ്റേറ്റ്മെന്റ് എത്രത്തോളം പൊള്ളയാണെന്നുള്ളത് ഒരു എക്സ്പേർട്ട് സാറിൻ്റെ നിന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ കുറേ ജനറൽ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. സോ ഞങ്ങളുടെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് എ പ്ലഷർ ടോക്കിംഗ് ടു യു. കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റി, കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി. താങ്ക്സ് ഫോർ ദി ഓപ്പർച്യൂണിറ്റി.